aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ബീഹാറിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജെയിംസ് ജോസഫ് ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ, താൻ കടന്നുപോയ തന്റെ ഒരുപാട് അനുഭവങ്ങൾ, ബീഹാറിലെ മിനിസ്ട്രിയെക്കുറിച്ച്, തന്റെ കുടുംബത്തെക്കുറിച്ച്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അരോമ ടി വി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. നാമെല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ ജെയിംസ് ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയത്തൊഴിക്കുന്നതായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിലെ പ്രിയപ്പെട്ടവരോടൊത്ത് എനിക്കും കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നൽകിയ വിലപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി നൽകിയ പ്രിയ ഡാനിയൽ ജോൺസൺ സാറിനോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. എൻ്റെ പേര് ജെയിംസ് ജോസഫ് എന്നാണ്. ഞാൻ കുടുംബസ്ഥനാണ്. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ വൈഫിൻ്റെ പേര് ഫേബ. 3 കുഞ്ഞുങ്ങൾ ഫെഡോറ, ഫിയ, ഫീവൻ. ഇപ്പോൾ 9 വർഷത്തിലധികമായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ബീഹാറിൽ ജമുവി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പിണ്ണാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളരുവാൻ ഇടയായി തീർന്നത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. മാതാവും അതുപോലെ തന്നെ എനിക്കൊരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പോയതായ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റതായ സ്നേഹം ഞങ്ങളോട് കൂടിയിരുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് മുഖത്ത് കരയിട്ടുന്നു. ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ പിതാവ് ഒരു സഭാ ശുശ്രൂഷകനാണ്. ഞാൻ ജനിച്ചു വളരുമ്പോൾ തന്നെ സഭ അല്ലെങ്കിൽ ആ സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എൻ്റെ പിതാവ് കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നുള്ളതുപോലെ അധിക സമൃദ്ധിയുടെ കാലഘട്ടമൊന്നും അല്ലായിരുന്നു. മിക്കപ്പോഴും ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിൽ പലപ്പോഴും പട്ടിണിയും പ്രയാസവും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞതായ ഒരവസ്ഥയിലൂടെ ജീവിതം കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവം ബലപ്പെടുത്തി തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് മഹത്വം കരയിട്ടുന്നു. എൻ്റെ ചെറുപ്പ അനുഭവങ്ങളിലൊക്കെ ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ ഇപ്രകാരം ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവം ഇത്രത്തോളം കൊണ്ടുവരുന്ന ആ ദൈവത്തിൻ്റെ ആ വിശ്വസ്തയും കരുതലും കരുണയും എല്ലാം ഞാൻ ഏത് സമയം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ പിതാവ് ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മിക്കവാറും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പട്ടിണിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പട്ടിണി സഹിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പ സമയങ്ങളിൽ എനിക്ക് സ്കൂളിൽ പോകുവാൻ വളരെയധികം സന്തോഷമുള്ള സമയങ്ങളാണ്. പഠിക്കുന്ന കാര്യത്തിലല്ല. അന്ന് സ്കൂളിൽ ഉച്ചക്കഞ്ഞി കിട്ടും, അത് വയറ് നിറച്ച് ഞാൻ കഴിക്കും, അതിനുശേഷം തിരിച്ചു വരും. എന്നാൽ വീട്ടിൽ ഭക്ഷണം വയ്ക്കുവാനോ
അല്ലെങ്കിൽ നൽകുവാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. എങ്കിലും എൻ്റെ മാതാവും ഒരു ദൈവഭക്തിയായ ഒരു മാതാവായിരുന്നു. പലപ്പോഴും ദിവസത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ആത്മീയ വചനങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പലപ്പോഴും എൻ്റെ മാതാവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരെ ഞങ്ങൾ പട്ടിണിയാണെന്ന് അറിയാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ തൊട്ടടുത്ത് ചകിരി തൊണ്ടുകൾ കിടപ്പുണ്ട്. ആ ചകിരി തൊണ്ടുകൾ അത് പുകയ്ക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അത് പുകയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കലത്തിൽ കുറച്ച് ചൂടുവെള്ളം വെക്കും. ആ ചൂടുവെള്ളം വെച്ചതിന് ശേഷം അത് ഞങ്ങളെ കുടിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എങ്കിലും എൻ്റെ മാതാവ് എപ്പോഴും എന്നോട് പറയുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായ ഞങ്ങൾ 3 പേരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ അവസ്ഥയൊക്കെ മാറ്റുന്ന ഒരു സമയമുണ്ട്. ആ സമയങ്ങളിൽ എന്ന് പറയുന്നത്, അതുവരെയും നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ ഭക്തന്മാരെ ഉയർത്തുവാൻ ശക്തനാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും പട്ടിണി അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇന്ന് പോലെയുള്ള സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട വിശ്വാസികളാണ് ആ സമയങ്ങളിലൊക്കെ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. അവര് തരുന്നതായ ആ ചെറിയ ചെറിയ ഗാനങ്ങളൊക്കെ വെച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം വയ്ക്കുവാനായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഭക്ഷണത്തിനുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം വിശപ്പ് സഹിക്കുവാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ പിതാവ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയും കഴിഞ്ഞ് ബൈബിൾ വായനയും കഴിഞ്ഞതിന് ശേഷം ട്രാക്ടറുമായിട്ട് ഇങ്ങനെ പോകും. ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകും, വിതരണം ചെയ്യും. പിന്നെ വൈകുന്നേരത്താണ് ഭവനത്തിൽ മടങ്ങി വരാറുള്ളത്. എന്നാൽ അന്ന് വൈകുന്നേരം എൻ്റെ പിതാവ് മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങൾ 3 പേര്, കുഞ്ഞുങ്ങൾ 3 പേരും തളർന്നു കിടക്കുകയാണ്. അന്ന് ദിവസം മുഴുവൻ കരഞ്ഞ് അങ്ങനെ തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. അന്ന് എൻ്റെ മാതാവ് ഞങ്ങളെ ധാരാളം വെള്ളമൊക്കെ കുടിപ്പിച്ച് അവിടെ വെറും ഒരു പായിൽ ഞങ്ങളിങ്ങനെ കിടത്തി. പിതാവ് ഒരു രാത്രി ഒരു 7-7:30 കൂടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ നോക്കി. ഞങ്ങളുടെ വയറിലെല്ലാം പിടിച്ച് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ ഈ വെള്ളം കുടിച്ചിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ വയറിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കുന്ന ഒരവസ്ഥ. എൻ്റെ പിതാവിന് വളരെയധികം വേദനയുണ്ടായി. പെട്ടെന്ന് എൻ്റെ പിതാവ് പെട്ടെന്ന് ആരോടും ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ടോർച്ചും ഒരു വാക്കത്തെയും എടുത്ത് പെട്ടെന്ന് റൂമിൻ്റെ വെളിയിലേക്ക് പോയി. അപ്പോഴവിടെ ഞങ്ങൾ താമസിക്കുന്ന ആ ഭവനത്തിൻ്റെ മുതലാളി വീടിൻ്റെ മുറ്റത്ത് വലിയ കപ്പ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോഴെൻ്റെ പിതാവ് പെട്ടെന്ന് ഇപ്രകാരമാണ് ചിന്തിച്ചത്, ഇന്ന് രാത്രിയിൽ എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റണം. അതുകൊണ്ട് 2-3 കപ്പ മാന്തി എടുത്ത് അത് പുഴുങ്ങി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ പിതാവ് പെട്ടെന്ന് പുറത്തേക്ക് പോകുവാൻ ഇടയായി തീർന്നത്. പെട്ടെന്ന് എൻ്റെ പിതാവ് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ മാന്തി നോക്കുന്ന അവസരത്തിൽ ഇങ്ങനെ മാന്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പിതാവിനോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ നീ എന്തിനു വേണ്ടിയാണ് വന്നത്? അപ്പോഴെൻ്റെ പിതാവ് ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ വേല ചെയ്യുക. അപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വീണ്ടും സംസാരിക്കുകയാണ്, നീ ദൈവവേല ചെയ്യുവാൻ വേണ്ടി ഇവിടെ വന്നു. ഈ രാത്രിയിൽ നീ എന്ത് ചെയ്യാണ്? കപ്പ മാന്തിക്കൊണ്ടിരിക്കുന്നു. നിന്റെ അയൽവാസിയായ ഒരു വ്യക്തി ഇപ്പോൾ ഈ രാത്രിയിൽ നിന്നെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? പകല് നീ മാന്യൻ, രാത്രിയിൽ നീ ആരായിത്തീരും? കള്ളനായിത്തീരും. അപ്പോഴിങ്ങനെ ദൈവാത്മാവ് വ്യക്തിപരമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പപ്പ ആ പണി പെട്ടെന്ന് ഉപേക്ഷിച്ച് തിരിച്ച് വീണ്ടും റൂമിലേക്ക് കടന്നു വന്നു. മുട്ടിന്മേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ക്ഷമ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയുന്നത്, പിറ്റേ ദിവസം ഞങ്ങൾ താമസിച്ച ഭവനത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മുതലാളി ഉണ്ടായിരുന്നു. ആ മുതലാളി രാവിലെ വന്ന് പപ്പയെ വിളിച്ചിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പറമ്പിൽ ആവശ്യത്തിന് ചക്കയും മാങ്ങയും തേങ്ങയും കപ്പയും ഇതൊക്കെ ഉണ്ട്. അപ്പോഴെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളൊക്കെ വിശന്നൊക്കെ ഇരിക്കുകയല്ലേ, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചോളാനായിട്ട് ആ മുതലാളി വന്ന് പറഞ്ഞു. ആ മുതലാളി എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ഒരു മനുഷ്യനും ഒരു നന്മയും ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. എന്നാൽ ദൈവം അതിലൂടെ ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ദൈവം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴിങ്ങനെയുള്ള ചെറിയ ചെറിയ വിശ്വാസമെല്ലാം കണ്ടപ്പോൾ അതും എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമായി തീർന്നു എൻ്റെ ചെറുപ്പകാലത്തെ. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു, ദൈവത്തോട് നാം എന്ത് ചോദിച്ചാലും ദൈവം വലിയൊരു അത്ഭുതം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. അതിനുശേഷമാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ദൈവം അവിടെ സമൃദ്ധിയായി ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഒരു 3 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഭവനത്തിൽ ഇതുപോലെ ഭക്ഷണത്തിനോ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളോട് ഒത്ത് വേറൊരു ദൈവദാസനും ഉണ്ട്. ഇങ്ങനെ 3 ദിവസം ശക്തമായിട്ട് ഉപവസിച്ച് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവസാനം ഇങ്ങനെ ആലോചിച്ചു, ഇനി ഉപവാസ പ്രാർത്ഥന അവസാനിപ്പിക്കണമെങ്കിൽ
എന്തെങ്കിലും കഴിച്ചു വേണമല്ലോ ഉപവാസം അവസാനിപ്പിക്കുവാനായിട്ട്. അന്ന് ഉപവാസം അവസാനിപ്പിക്കുന്ന ആ സമയത്ത് ഭക്ഷണം വെക്കുവാനായിട്ട് അരിയോ കറി വെക്കുവാനായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ ഇങ്ങനെ നോക്കി കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വേലിച്ചീര നിൽപ്പുണ്ടായിരുന്നു. വേലിച്ചീര പെട്ടെന്ന് അത് ചെന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്ന് അത് പുഴുങ്ങി തിന്നുകൊണ്ടാണ് അന്നത്തെ ഉപവാസം അവസാനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും എൻ്റെ ആ ചെറുപ്പകാലത്ത് എനിക്ക് വളരെയധികം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ദൈവം ഞങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം ഇത്രമാത്രം എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയിൽ കഷ്ടപ്പെടുന്നു, എടുക്കുന്നു. അതുകൊണ്ട് ദൈവം വലിയ മാറ്റങ്ങൾ നൽകും എന്നുള്ളതായ ഒരു വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഏകദേശം 88 ആ കാലഘട്ടത്തിൽ 1988 ഞങ്ങൾ കോട്ടയം ജില്ല വിട്ട് പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് പാലക്കാട് ജില്ലയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിക്കടുത്ത് പാലക്കുഴി എന്ന് പറയുന്നതായ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾ അവിടെ താമസം ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെയും താമസിക്കുന്നതായ അവസരത്തിൽ പലതരത്തിലുള്ളതായ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും അവിടെയും ദൈവം അത്ഭുതകരമായി നടത്തി. അതിനുശേഷം 92 മുതലുള്ള കാലഘട്ടങ്ങളിലാണ് അവിടെ തന്നെ ആലത്തൂർ, പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ സമയങ്ങളിൽ അവിടെ ഒരൊറ്റ വിശ്വാസികൾ പോലും ഉണ്ടായിരുന്നില്ല. അവിടെ വീണ്ടും ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് വിശ്വാസത്താൽ കർത്താവിൻ്റെ വേല അവിടെ ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. അതും ഇതുപോലെ തന്നെയുള്ള പല കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ എല്ലാം കടന്നുപോയെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് വഴി നടത്തി. എന്നാൽ ഇങ്ങനെ ഈ കഷ്ടങ്ങളെല്ലാം അടിക്കടി വന്ന സമയത്ത് ഈ ആലത്തൂരിൽ താമസിക്കുന്ന സമയത്താണ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. ഒരു 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ വന്നപ്പോൾ ഈ പട്ടിണിയും പ്രയാസവും എല്ലാം തുടരുന്ന അവസരത്തിൽ ഇനി ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. എന്നും ക്രിസ്തുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ മമ്മി ചെറുപ്പത്തിൽ എപ്പോഴും പറയൂല ദൈവം ഉയർത്തുമെന്ന്. ഇതുവരെയായിട്ട് ദൈവം ഒന്നും ഉയർത്തുന്നില്ല, ഒരു കാര്യവും ചെയ്തു തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി ഞാൻ ഇപ്രകാരം വിചാരിക്കുവാൻ ഇടയായി തീർന്നു. ഇനി കർത്താവിൻ്റെ പുറകെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇനി ലോകപരമായി എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ ഇനി മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഞാൻ SSLCക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് രാഷ്ട്രീയം അത് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നു. ഒരു രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ ജീവിതം മാറ്റുവാൻ ഇടയായി. അതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ ഒന്ന് മാത്രമാണ് ഇപ്പോഴും ആഗ്രഹിച്ചത്, കുടുംബം പട്ടിണിയില്ലാതെ മുൻപോട്ട് പോകണം. അക്കാലങ്ങളിൽ അറിയാലോ, സാറിനൊക്കെ അറിയാം, അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാഷ്ട്രീയം കുട്ടികളെ വളരെയധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഞാനും ചെറിയൊരു രാഷ്ട്രീയ പ്രവർത്തകനായി. എന്നാൽ വീട്ടുകാരും അറിയുന്നില്ല. അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പോയെങ്കിലും ദൈവം അവിടെയും എന്നെ കൈവിട്ടുകയല്ല, ദൈവം എന്നെ സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു. ആ സന്ദർശനമാണ് പിന്നെ യഥാർത്ഥമായ ഒരു രക്ഷയുടെ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നത്. അതിനു മുമ്പ് ഞാൻ പിന്നെ ഒരു സുവിശേഷകനായി തീരണമെന്നൊക്കെ എൻ്റെ മാതാപിതാക്കൾ എന്നെ സമർപ്പിച്ചിരുന്നുവെങ്കിലും അന്നൊക്കെ വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കൾ പ്രകാരമാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ വളർന്നു വരുമ്പോൾ ഒരു സുവിശേഷകനായി തീരണം. ഞാനും ആ ഒരു താല്പര്യത്തോടു കൂടി വളർന്നു വന്നതെങ്കിലും ഈ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ലോകത്തിൻ്റെ പുറകെ പോയി രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി അങ്ങനെ എൻ്റെ ജീവിതം കുറച്ച് നാൾ അങ്ങനെ മുൻപോട്ട് പോകും. എന്നാൽ ദൈവിക സന്ദർശനം ഉണ്ടായ അവസരത്തിലാണ് പിന്നെ വീണ്ടും ദൈവ സന്നിധിയിലേക്ക് കടന്നു വരുവാനും പിന്നെ കർത്താവിൻ്റെ വേല തുടങ്ങുവാനും വലിയവനായ ദൈവം എന്നെ സഹായിച്ചത്. ഇതാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള കുടുംബത്തിൻ്റെതായ ഒരു സാക്ഷ്യം എന്നുള്ളത്. ഇനി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സാക്ഷ്യത്തിലേക്ക് ഞാനിനി കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബീഹാറിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് 1992 1992 ബീഹാറിനെ കുറിച്ച് കേൾക്കുവാനുള്ള കാരണം എൻ്റെ ഗ്രാമമായ പാലക്കുഴിയിൽ അന്ന് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു കർത്തൃദാസനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് KJ സാജു എന്ന് പറയുന്നതായ ഒരു കർത്താവിൻ്റെ ദാസനാണ്. ആ ദാസൻ കുടുംബമായി അവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദൈവദാസൻ ആ സമയത്ത് ബീഹാറിലെ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം കടന്നു പോകുവാൻ ഇടയായി. അപ്പോൾ ആ ദേവദാസൻ ഞങ്ങളുടെ സഭയിൽ നിന്ന് പോയപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി. അപ്പം അന്ന് ബീഹാറിനെ കുറിച്ചൊന്നും കേട്ടില്ല. അപ്പോൾ ദേവദാസൻ ഇപ്രകാരം പറഞ്ഞ് ഞാൻ ബീഹാറിലേക്ക് പോവുകയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ഇനി എല്ലാ വർഷവും പ്രിയ ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന അവസരത്തിലാണ് ബീഹാറിനെ കുറിച്ചുള്ള അവിടെ സുവിശേഷീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് എങ്ങനെയെങ്കിലും ബീഹാറിൽ പോകണം, അവിടെ പോയി കർത്താവിൻ്റെ വേല ചെയ്യണം. അന്ന് മുതൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ ബീഹാറിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ ദേവദാസിന് വേണ്ടി ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെയൊക്കെ ആരംഭിച്ച്
അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം നോർത്ത് ഇന്ത്യയിൽ പോകണം. പ്രത്യേകിച്ച് എനിക്ക് ബീഹാറിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളതായ ഒരു വലിയൊരു പ്രേരണ എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഞാൻ പ്രകാരം ചിന്തിച്ചു, ഇനി എൻ്റെ പഠനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീഹാറിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യും എന്നാണ് ഞാനൊരു തീരുമാനം എടുക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പഠിച്ചു. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ ദൈവിക സന്ദർശനം എല്ലാം ഉണ്ടായി. ദൈവം എന്നെ വിടുവിച്ചതിന് ശേഷം 1999 ഞാൻ ദൈവവചന പഠന ബന്ധത്തോടുള്ള ബന്ധത്തിൽ കോയമ്പത്തൂരുള്ള SIBBC എന്ന് പറയുന്ന സെമിനാരിയിൽ പഠിക്കുവാൻ വേണ്ടി കടന്നുപോയി. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ബീഹാറിനെ കുറിച്ചൊരു ആത്മഭാരം എനിക്ക് അവിടെ ഉണ്ടാകുവാൻ ഇടയായി. ബീഹാറിൽ നിന്ന് വന്നതായ ഒരു ദൈവദാസൻ ഞങ്ങളുടെ സെമിനാരിയിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ഇടയായി. അദ്ദേഹം വളരെയധികം കരയുവാൻ ഇടയായി. കരഞ്ഞിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, അവിടെ അനേക ആത്മാക്കൾ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു സാക്ഷ്യം ആ ദൈവദാസൻ പ്രസ്താവിച്ചു. അത് കേട്ടായ അവസരത്തിൽ അന്ന് എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടയായി. അന്ന് ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവ്, ഈ സെമിനാറിലെ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ബീഹാറിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊള്ളാമെന്ന് ഞാൻ വ്യക്തിപരമായ ഒരു തീരുമാനം ദിവസങ്ങളിൽ എടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ആ സാറുമായിട്ട് പരിചയപ്പെട്ടു. സാർ അവിടെ അധ്യാപകനായിട്ട് വന്നു, സെമിനാറിൽ അധ്യാപകനായിട്ട് വന്നു. അങ്ങനെ ഒരു സമ്മർ വെക്കേഷൻ്റെതായ സമയത്ത് ഞങ്ങൾ സെമിനാരിലുള്ള എല്ലാവരും കൂടെ ഒരു ടീം പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 10-12ഓളം പേര് ഈ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് ബീഹാർ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുവേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ യാത്ര ക്യാൻസൽ ആകുവാനിടയായി. കാരണം ആ സമയത്താണ് അവിടെ ഇലക്ഷൻ നടക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ പോകണ്ട എന്ന് അതിൻ്റെ അധികാരികൾ ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് പോകുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് ബീഹാറിലേക്ക് പോകും. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ 3 വർഷത്തിന് ശേഷം എൻ്റെ സെമിനാരിലെ പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥനയാണ്, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ. കർത്താവെ, എനിക്ക് എങ്ങനെയെങ്കിലും ബീഹാറിൽ പോകണം, ആരെന്നെ അയക്കും. അങ്ങനെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഒരു ദിവസം ഒരു GFAയുടെ ഒരു മാഗസിൻ എൻ്റെ കയ്യിൽ കിട്ടി. ആ മാഗസിൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, യുവജനങ്ങളെ വടക്കേ ഇന്ത്യയിലേക്ക് അയക്കുന്നു എന്നുള്ളതായ ഒരു നോട്ടീസ് എൻ്റെ കയ്യിൽ ലഭിച്ചു. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, GFAയുടെ ഒപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീഹാറിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യാം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്നിലുണ്ടായി. അങ്ങനെ ഞാൻ വീണ്ടും 2005 ഞാൻ GFAയിൽ ചെന്നു. GFAയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ളവർ പറഞ്ഞു, 3 വർഷം ഇവിടുത്തെ ബൈബിൾ കോളേജിൽ പഠിക്കണം, സെമിനാരിൽ പഠിച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കൂ എന്നുള്ളത് ഒരു പറയുവാൻ ഇടയായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബൈബിൾ പഠിക്കാനുള്ള താല്പര്യമല്ല, ഞാൻ പിന്നെ 3 വർഷം വീണ്ടും GFAയിൽ പഠിച്ചു. GFAയിൽ പഠിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ബീഹാറിൽ പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ GFAയുടെ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആ സമയത്ത് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് നൽകി. അങ്ങനെ 2008 GFAയിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ കിട്ടി. ഗ്രാജുവേഷൻ ലഭിച്ച സമയത്ത് ഞങ്ങൾ ഒരു 6-7 യുവാക്കന്മാരുണ്ട്. ആ സമയത്ത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം ഞങ്ങൾ ഈ 7 പേരും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാനായിട്ട് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇൻ്റർവ്യൂ എല്ലാം നടന്നു. ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞപ്പോൾ ബാക്കി 6 പേർക്കും അവർക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുവാൻ അവർ പറഞ്ഞു, നിങ്ങൾ 6 പേരും നോർത്ത് ഇന്ത്യയിലേക്ക് പോയിക്കും. എന്നെ അവരെ അയച്ചില്ല. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു, ജെയിംസിനെ ഞങ്ങൾക്ക് ഇവിടെ ഓഫീസിൽ പബ്ലിക്കേഷനിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് ജെയിംസ് പബ്ലിക്കേഷനിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആത്മീയാത്ര പബ്ലിക്കേഷനിലേക്ക് എന്നെ അയക്കുവാൻ ഇടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖത്തിന് കാരണമായി തീർന്നു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും നാളിങ്ങനെ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ടാണ്, പക്ഷേ ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ വന്നു ചേർന്നത്, ഇനി എന്ത് ചെയ്യും? എന്നാലും ദൈവത്തിൻ്റെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ലഭിച്ചില്ല. ഞാൻ അവരെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ ഞാൻ വിശ്വസ്തയോടുകൂടെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് അവിടെ തുടർന്ന് ആ പബ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിലുള്ള സാറുമാരുമായിട്ട് സംസാരിച്ച സമയത്ത് അവരൊരു കാര്യം പറഞ്ഞു, എന്നാൽ ജെയിംസ് ശുശ്രൂഷയോടാണ് താല്പര്യമെങ്കിൽ ഞങ്ങൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു വലിയൊരു മെഡിക്കൽ കോളേജ് ആ സമയത്ത് തൃശ്ശൂരിനടുത്ത് മാള എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, അവിടെ പോവുക.
അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ രോഗികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയും അതുമാത്രമല്ല അവിടെ നമുക്കൊരു സ്ഥാപനം, ഒരു ചർച്ച് നമുക്ക് ആവശ്യമാണ്, അവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് അയക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ അവിടെ ദൈവവേല ചെയ്യുവാൻ ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം 2009 ഇപ്പോൾ എൻ്റെ വിവാഹപ്രായമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വന്ന ചില ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു, ജെയിംസ്, ബീഹാറിൽ പോവുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, വിവാഹം കഴിച്ചിട്ടേ നീ ബീഹാറിൽ പോകാവുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അവനോട് ഇപ്രകാരമാണ് പറഞ്ഞത്, എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ബീഹാറിൽ പോയി സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഒരൊറ്റ പെണ്ണുങ്ങളെ നിനക്ക് കിട്ടത്തില്ല വിവാഹം കഴിക്കാനായിട്ട്. കാരണം ബീഹാറിനോട് ആർക്കും ഒരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് കുടുംബസ്ഥരായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ആ വിഷയത്തിന് മുമ്പാകെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒറ്റ പ്രാർത്ഥന മാത്രമേ ഞാൻ ദൈവത്തോട് പറഞ്ഞുള്ളൂ. കർത്താവെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദർശനവും കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിയെ വേണം എനിക്ക് തുണയായിട്ട് തരുക. കാരണം മറ്റു ജോലിയോ കാര്യങ്ങളോ ചെയ്യുന്നവരെ ഒരിക്കലും എനിക്ക് വേണ്ട. കാരണം എൻ്റെ ജീവിതത്തിൽ അവരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷ വേലയോട് താല്പര്യമുള്ള ഒരു വ്യക്തിയെ, ഒരു തുണയാണ് എനിക്ക് വേണ്ടത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. സമയമായപ്പോൾ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പണവും താല്പര്യവുമുള്ള ഒരു സഹോദരിയെയാണ് എനിക്ക് ദൈവം തുണയായിട്ട് നൽകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചപ്പോൾ, അതിൻ്റെ ആലോചനകളൊക്കെ വന്നപ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ ഇപ്രകാരമാണ് സംസാരിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ എപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചേർന്ന് നിന്ന് ദൈവവേല ചെയ്യുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാനും അങ്ങനെ ഒരാളെയാണ് ആഗ്രഹിക്കുന്നത്, എനിക്കും സുവിശേഷ വേല ചെയ്യുവാനാണ് താല്പര്യമെന്ന് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 2010 നടന്നു. 2010 വിവാഹം നടന്നു. 2011 ഞങ്ങൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു, ഇനി നോർത്ത് ഇന്ത്യയിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യാം, ഇനി ബീഹാറിലേക്കൊന്ന് പോകണം. എന്നാൽ എൻ്റെ വൈഫിന് ബീഹാറിനെ കുറിച്ചുള്ള ദർശനമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വൈഫിന് വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ പോയി സുവിശേഷ വേല ചെയ്യണം എന്നുള്ളതായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബീഹാറിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യണം, അങ്ങനെ ഒരു ദർശനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായ സമയത്ത് ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ മാതാപിതാക്കളോട് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളോട് എതിർക്കുവാൻ ഇടയായി തീർന്നു. അവർ പറഞ്ഞു, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചെയ്താൽ മതി, കാരണം നിങ്ങൾ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഉടനെ ഒന്നും ബീഹാറിലേക്ക് പോകണ്ട. കാരണം ബീഹാർ എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്. അവിടെ ഗുണ്ടകളാണ് ഭരിക്കുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കളയും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ പിന്നെ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2011 എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ പിന്നെ പോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവ്, ഇപ്പോൾ അവസ്ഥകൾ അറിയാലോ, എൻ്റെ വൈഫിനെ കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ ദൈവം ഞങ്ങൾക്ക് തരുന്ന കുഞ്ഞ് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരു 5 വയസ്സാകുന്നത് വരെ ഞങ്ങളിവിടെ കർത്താവിൻ്റെ വേല ചെയ്യും, അതിനുശേഷം ഞങ്ങൾ കുടുംബമായി ബീഹാറിലേക്ക് പോയിക്കൊള്ളാം എന്ന് ഞാൻ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സമയമായപ്പോൾ 2012 ഫെബ്രുവരി 5-ാം തീയതി ദൈവം ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദാനമായി നൽകി. പിന്നെ ഞങ്ങളുടെ കേരളത്തിൽ തൃശ്ശൂരിനടുത്ത് കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സഭാചാർജ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 6 വർഷത്തോളം അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന, അവിടെ ഒറ്റ വിശ്വാസികൾ പോലും അവിടെ ഉണ്ടായിരുന്നത് ഒരു 2-3 കുടുംബങ്ങൾ മാത്രമേ അന്ന് ആ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇന്ന് സഭാചാർജ് ഏറ്റെടുത്തു. അവിടെ സഭയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. ഏകദേശം 50-ലധികം ആളുകൾ ആ സമയങ്ങളിൽ ആരാധനയിൽ അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ സഭ ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നുള്ള ആ ചിന്ത മാറുവാൻ ഇടയായി തീർന്നു. പിന്നെ ഞാൻ ഇപ്രകാരമാണ് ആഗ്രഹിച്ചത്, കാരണം ഇനി കർത്താവിൻ്റെ വേല ചെയ്യുകയാണെങ്കിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ ദൈവവേല ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ തന്നെ ഞങ്ങൾ ഇരുന്ന കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ആദ്യം കർത്താവിൻ്റെ മുമ്പിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, എൻ്റെ കുഞ്ഞിന് 5 വയസ്സാകുമ്പോൾ ഞാൻ ബീഹാറിലേക്ക് പോയിക്കൊള്ളാം എന്നുള്ളത്. അപ്പോൾ കർത്താവ് പിന്നെ അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ കുഞ്ഞിന് ഏകദേശം 4 വയസ്സായപ്പോൾ
എൻ്റെ വൈഫ് വീണ്ടും രണ്ടാമത് പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായ അവസരത്തിൽ വീണ്ടും ഞാൻ ദൈവത്തോടെ എൻ്റെ തീരുമാനം മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഇനി എനിക്ക് രണ്ടാമത് തരുന്നൊരു കുഞ്ഞ്, അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും, ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ 5 വയസ്സാകുന്നത് വരെ ഞങ്ങൾ ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്തോളാം. അതിന് ശേഷം ഞാൻ ബീഹാറിലേക്ക് പോയിക്കോളാം എന്ന് കർത്താവിനോട് പറഞ്ഞു. എന്നാൽ ദൈവം അതിനൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. അപ്പോൾ ഞങ്ങൾ സന്തോഷിച്ച് ആ ചർച്ചിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനെ എൻ്റെ വൈഫ് ഡെലിവറിയുടെ ആ സമയത്ത് ആ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്ക് ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖത്തിന് കാരണമായി തീർന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഭവനത്തിൽ വളരെയധികം നിരാശയോടുകൂടിയാണ് കടന്നു വന്നത്. ഞാൻ ദൈവത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി. കർത്താവ്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങ് ചെയ്തത്? ഞങ്ങളൊരു ആൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ സമയമായപ്പോൾ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ലഭിച്ചില്ലല്ലോ. ഞങ്ങൾ വിശ്വസ്തയോടുകൂടിയാണല്ലോ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കർത്താവെ, ഇനി ഞാൻ അങ്ങയുടെ വേല ഞാൻ ചെയ്യത്തില്ല. കാരണം ഇത്രത്തോളം ഞാൻ കർത്താവിന് വേണ്ടി ഓടുകയും ഇങ്ങനെ ദൈവവേലയെല്ലാം ചെയ്യുകയും ചെയ്തിട്ട് ഇങ്ങനെ വലിയൊരു ദുഃഖമാണല്ലോ എൻ്റെ ജീവിതത്തിൽ തന്നത്. ഇങ്ങനെയുള്ള പിന്നെ എൻ്റെ ഭാര്യയും വളരെയധികം ഡിപ്രഷനിലൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നതായ ആ സന്തോഷം പിന്നെ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും രാത്രികളിലൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കടന്ന് ഉറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവസരത്തിൽ പലപ്പോഴും രാത്രിയിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറക്കവും നടക്കുന്നില്ല. കാരണം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതിൽ ഞങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അന്ന് ഒരു രാത്രിയിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്ന് ഒരു അബോധാവസ്ഥയിലൂടെ ഞാനിങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കിടക്കുന്ന അവസരത്തിൽ ഒരാള് എൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം എന്നോട് ചോദിക്കുകയാണ്, ജെയിംസേ, നിന്റെ ജീവിതകാലം മുഴുവൻ നീ എന്നെ സ്നേഹിക്കുമോ? നീ ഇനിയും എനിക്ക് വേണ്ടി എൻ്റെ വേല ചെയ്യുമോ എന്നുള്ളതായ ഒരു ചോദ്യം പെട്ടെന്ന് ആരോ എന്നോട് വന്നിങ്ങനെ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സ്തംഭിച്ച് പെട്ടെന്ന് ഞാൻ കിടക്കിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയങ്ങൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇതിനെന്താണ് ഉത്തരം പറയുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണെന്ന്. ഉടനെ ഞാൻ ദൈവസേനയിൽ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ എനിക്കൊരു എൻ്റെ വൈഫ് എന്നോട് കൂടിയുണ്ട്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് എന്നോട് കൂടിയുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം അവരെയും എടുത്തുകൊള്ളുക. പക്ഷെ ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്. കർത്താവെ, എൻ്റെ വൈഫിനെ അങ്ങ് എടുത്താലും എൻ്റെ കുഞ്ഞിനെ എടുത്താലും ഇനി എനിക്ക് എത്ര ആയുസ് അങ്ങ് ഈ ഭൂമിയിൽ തരുന്നുവോ അത്ര നാളും ഞാൻ അങ്ങയുടെ വേല ചെയ്തു കൊള്ളാം. ഞാൻ ഒരിക്കലും ഈ ദൈവവേലയിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ തീരുമാനം എടുത്ത ആ നിമിഷം മുതൽ പുതിയൊരു ദൈവിക ശക്തി മുന്നിലേക്ക് കടന്നു വന്നു. ഞാൻ അന്ന് രാത്രി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുവാൻ ഇടയായി തീർന്നു. പിറ്റേ ദിവസം എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചതാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ആ മാസം തന്നെ ഒരു ഓഗസ്റ്റ് മാസം 2016 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞങ്ങൾ കുടുംബമായിട്ട് ബീഹാറിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് ഞങ്ങൾ വയ്ക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ മിഷൻ ട്രിപ്പിന് വേണ്ടി ഞാനും എൻ്റെ വൈഫും പിന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള കൂട്ടു ദൈവദാസന്മാരും കൂടെ ചേർന്ന് ഞങ്ങൾ ബീഹാറിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ബീഹാറിൽ ഞങ്ങൾ ചെന്നു. അതിനുശേഷം ബീഹാറിലെ അവിടെയുള്ള ദൈവദാസന്മാരെ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി അവിടെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി. അങ്ങനെ നളന്ദ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവിടെയുള്ള ദൈവദാസൻ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ഓന്ത എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ചെന്ന് ട്രാക്റ്റുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവിടെ ഒരു സഹോദരി ഞങ്ങളോട് ചോദിക്കുവാൻ ഇടയായി തീർന്നത്, ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ദൈവദാസൻ പറഞ്ഞു, ഇത് യേശുക്രിസ്തുവിൻ്റെതായ ഒരു ലഘുലേഖയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി ഇപ്രകാരം ചോദിച്ചു, യേശുക്രിസ്തു ആരാണ്? അപ്പോൾ ഞാനും എൻ്റെ വൈഫ് ഇതിങ്ങനെ കേട്ട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത്, യേശുക്രിസ്തു ആരാണ്? നിങ്ങളിൽ ആരാണ്? അപ്പോൾ പലപ്പോഴും പല ദൈവദാസന്മാർ ഇങ്ങനെ പറയുന്നത് ഒരു കേട്ടുകേൾവി കേട്ടതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ച് ഞങ്ങൾ ഒരിക്കലും അതങ്ങനത്തെ ഒരു ചോദ്യം ഞങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കേട്ടതായ അവസരത്തിൽ ദൈവദാസൻ യേശുക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്ന് ആ ഗ്രാമത്തിൽ ഒരു 10-15 പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരാൻ വേണ്ടി തയ്യാറായതായ ആ സമയത്ത് ഉടനെ അവിടെ സംഭവിച്ചത് അവിടേക്ക് പോകുവാനായിട്ട് ഒരാളില്ല. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ദൈവദാസൻ വളരെ കണ്ണുനീരോടുകൂടെ കരയുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാൻ ഇടയായി തീർന്നപ്പോൾ ഞാൻ ദൈവദാസനോട് ചോദിച്ചപ്പോൾ അത് ഇപ്രകാരം പറഞ്ഞു, പാർഷ, ഇതാണ് ബീഹാറിൻ്റെ അവസ്ഥ. ഇവിടെ നമ്മൾ ഇറങ്ങിയ ഉടനെ നമുക്ക് ധാരാളം ഫലങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ഇവരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് ആരും തന്നെ ഇല്ല.
ആര് പോകും? ഈ ചോദ്യം ഞാനും എൻ്റെ വൈഫും കേട്ടതായ അവസരത്തിൽ അന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ വന്നു. ഞങ്ങൾക്ക് ഉറക്കം ഒന്നും നടക്കുന്നില്ല. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. എന്നാൽ എൻ്റെ വൈഫിൻ്റെ മൈൻഡ് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അന്ന് രാത്രി ഞാൻ കുറേ നേരം ഒരു ദിവസം പ്രാർത്ഥിച്ചു. എന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇങ്ങോട്ട് ബീഹാറിലേക്ക് പോരാം, പക്ഷെ എൻ്റെ വൈഫ് എങ്ങനെ വരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ വിസിറ്റിംഗ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് ട്രെയിന് വരുന്ന വഴിക്ക് എൻ്റെ വൈഫ് എന്നോട് ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു. ചേട്ടായി, ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേട്ടായി ഇനി എന്ത് തീരുമാനം എടുത്താലും ഇനി എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ദൈവം തരുന്ന ആ ജീവിതകാലം മുഴുവൻ ഞാൻ ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട്. ഉടനെ തന്നെ ഞാൻ ആ ട്രെയിനിൽ വെച്ച് എൻ്റെ വൈഫിനെ പെട്ടെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അവളോട് പറഞ്ഞു, ഇത് ഞാൻ നിന്നോട് എങ്ങനെ പറയണമെന്ന് പറയാതെ ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പുതിയൊരു തീരുമാനം ഞങ്ങൾ അവിടെ വെച്ച് എടുക്കുവാൻ ഇടയായി. ഇനി ദൈവം ഞങ്ങൾക്ക് തരുന്ന ആയുസ്സിൽ ഞങ്ങൾ ബീഹാറിൽ പോയി കർത്താവിൻ്റെ വേല ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ മിഷൻ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളായിരിക്കുന്ന ചർച്ചിൽ വന്നു. ചർച്ചിൽ വന്ന ആദ്യ ഞായറാഴ്ച അവിടെ ആ മിഷൻ ട്രിപ്പിൽ ഉണ്ടായതായ സംഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ആഴ്ചയിൽ ആരാധനയ്ക്ക് എല്ലാവരും കടന്നു വന്ന സമയത്ത് ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള വിശ്വാസികളോട് ഒരു കാര്യം പറഞ്ഞു. അത് ഇപ്രകാരമാണ്, ഇനി ഈ ചർച്ചിന് വേണ്ടി ഒരു പുതിയൊരു പാസ്റ്റർ ആവശ്യമാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ബീഹാറിലേക്ക് പോവുകയാണ് എന്ന് പറയുവാനിടയായി. ഇത് കേട്ടതായ അവസരത്തിൽ വിശ്വാസികൾക്കെല്ലാം വലിയ ഒരു നിരാശ ഉണ്ടാകുവാനിടയായി തീർന്നു. പലരും ഞങ്ങളോട് ചോദിച്ചു, പാസ്റ്റർ എന്ത് കണ്ടിട്ടാണ് ബീഹാറിലേക്ക് പോകുന്നത്? ഈ കേരളത്തിൽ ഇത്രയും നല്ല സുഖസൗകര്യങ്ങളുണ്ടല്ലോ, ഞങ്ങളെല്ലാം ദശാംശവും തരുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇങ്ങനെ ഇത്ര നല്ല സൗകര്യങ്ങൾ വിട്ട് കളഞ്ഞിട്ട് എന്തിനാണ് പിന്നെ ബീഹാറിലേക്ക് പോകേണ്ട ആവശ്യം എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ ഒരൊറ്റ മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ, സ്വർഗീയ ദർശനത്തിന് ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം ഞങ്ങൾക്ക് ഒരു ദർശനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദർശനത്തിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ആ ദർശനം അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബീഹാറിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റേ, ബീഹാറിൽ നല്ല വീടുകൾ കിട്ടത്തില്ല, നല്ല സുഖസൗകര്യങ്ങൾ കിട്ടത്തില്ല, നല്ല വിദ്യാഭ്യാസം കിട്ടത്തില്ല, നല്ല ഭക്ഷണം കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ദൈവം തന്ന ദർശനം അനുസരിച്ച് ഞങ്ങൾ ബീഹാറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2016 ഡിസംബർ മാസത്തോടുകൂടെ ഞാൻ റിസൈൻ ലെറ്ററിൽ എഴുതി ആ ചർച്ചിന് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ആ ചർച്ചിൽ നിന്ന് രാജിവെച്ചു. അതിനുശേഷം ഒരു 2 മാസത്തോളം ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ മാതാപിതാക്കളോടൊപ്പം അവിടെ താമസിച്ചതിന് ശേഷം ഫെബ്രുവരി മാസത്തോടുകൂടെ 2017 ഫെബ്രുവരി മാസത്തോടുകൂടെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ബീഹാറിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ബീഹാറിൽ കടന്നു വരുന്ന അവസരത്തിൽ പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ ആ സമയത്ത് ഞങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ദർശനം ദൈവം തന്നു. ആ ദർശനത്തിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ എടുത്തിയാടി പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ബീഹാറിൽ വന്നു. ഇന്ത്യ മിഷനോട് ഞങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ABP മാത്യു സാറ് ഞങ്ങളെ ജമുവി എന്ന് പറയുന്നതായ ഒരു ഡിസ്ട്രിക്ട്, ജാർഖണ്ഡിനോട് ചേർന്നുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്, അവിടേക്ക് ഞങ്ങളെ അയക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ വരുന്നതായ അവസരത്തിൽ ഹിന്ദി ഭാഷ ഞങ്ങൾക്ക് അറിയത്തില്ല, ഹിന്ദി എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ അവിടെ വരുവാനിടയായി തീർന്നത്. അവിടെ വന്ന സമയത്തൊക്കെ മറ്റുള്ള ആളുകളെല്ലാം ഞങ്ങളെ നോക്കി പല കാര്യങ്ങൾ ചോദിക്കും. എന്നാൽ എൻ്റെ വൈഫിന് കുറച്ച് മാത്രം അറിയാം ഹിന്ദി. അവൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. എന്നോട് ചോദിക്കണേ എനിക്ക് ആക്ഷൻ മാത്രമേ കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പലതൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ ആക്കിയതിന് ശേഷം തിരിച്ചു വന്ന് റൂം പൂട്ടിയിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ദിവസത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം ഭാഷയൊന്നും അറിയത്തില്ല, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ വൈഫിന് പെട്ടെന്ന് ശാരീരികമായ ഒരു ക്ഷീണം അവിടെ വെച്ച് ഉണ്ടായി. ശാരീരികമായ ക്ഷീണം ഉണ്ടായതായ അവസരത്തിൽ അവിടെ നല്ല ഹോസ്പിറ്റലില്ല, നല്ല നേഴ്സുമാരില്ല, എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ആരാണ് ഞങ്ങളെ ഇപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത്? ആരുമില്ല. ഞങ്ങൾ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിലും 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന് വീണ്ടും പനി കൂടുവാനിടയായി. ഒരു തരത്തിൽ ഞാൻ വൈഫിനെയും എടുത്തുകൊണ്ട് അവിടെ ജമുവി ടൗണിലുള്ളതായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കോഴിക്കോട് പോലുള്ളതായ ഒരു സ്ഥാപനമാണ്. അതിനകത്ത് ഒരു തടിക്കട്ടിൽ കിടപ്പുണ്ട്, 2 തടിക്കട്ടിൽ.
അതിനകത്ത് നിറച്ചും രോഗികളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഇങ്ങേ സൈഡിൽ ഡോക്ടർ ഇരിക്കുന്നു, ഇങ്ങേ സൈഡിൽ വേറെ അതിൻ്റെ അറ്റൻഡർമാരിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോകുവാൻ ഇടയായിത്തീർന്നത്. ഡോക്ടറെ കാണിച്ചു, ആക്ഷനിലൂടെയും അറിയാവുന്ന ഭാഷയിലൂടെയും എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് വരട്ടെ, അതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴാണ് എൻ്റെ വൈഫിന് ടൈഫോയിഡ് ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിന് സംസാരിക്കാനൊന്നും കഴിയത്തില്ല. അപ്പോഴെൻ്റെ വൈഫ് ഇപ്രകാരം പറഞ്ഞു, അപ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഛർദ്ദിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ അവിടെ അറ്റൻഡറിനോട് പറഞ്ഞു, എൻ്റെ വൈഫിന് ഛർദ്ദിക്കാൻ വരുന്നു, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അറ്റൻഡർ വന്ന് ഇപ്രകാരം പറഞ്ഞു, ആ കട്ടിലിൻ്റെ അടിയിൽ ഒരു ബക്കറ്റ് കിടപ്പുണ്ട്, ആ ബക്കറ്റ് നീക്കിയിട്ട് അതിലേക്ക് ഛർദ്ദിച്ചോളാനായിട്ട് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഒരു മരക്കട്ടിലാണ്, ആ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ആ ബക്കറ്റ് ഇങ്ങനെ നീക്കി അതിലേക്ക് നോക്കിയപ്പോൾ ഇതിനു മുമ്പ് പോയ എല്ലാ രോഗികളും ഛർദ്ദിച്ച് കൂട്ടിയത് അതിനകത്ത് കിടക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനും ആകെ ഒരു അസ്വസ്ഥതയായി. വൈഫ് എന്നോട് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഒരു റിസൾട്ട്, അവർ ബ്ലഡ് എടുത്തുകൊണ്ട് അവർ പോയി. തിരിച്ച് അതിൻ്റെ റിസൾട്ടുമായിട്ട് വന്നപ്പോൾ വൈഫിന് മഞ്ഞപ്പിത്തവും ഉണ്ട്. അപ്പോൾ ടൈഫോയിഡും മഞ്ഞപ്പിത്തവും കൂടെ വന്നു ചേർന്നു. ഇനിയിപ്പോൾ ഏത് ഡോക്ടർമാരെ കാണിക്കാൻ, നല്ല ഡോക്ടർമാരൊന്നുമില്ല. പിന്നെ കുറച്ച് ട്രിപ്പൊക്കെ ചെയ്തതിന് ശേഷം വൈഫിനെ കൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നു. വൈഫിന് ഒട്ടും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. ദൈവത്തോട് ഞാൻ ഇപ്രകാരം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളിവിടെ വന്നിട്ട്, കർത്താവ് മുൻപോട്ട് പോകാനായിട്ട് പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി ഉദിച്ചു. എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും പെട്ടെന്ന് കേരളത്തിലേക്ക് അയക്കുക, ഒരു 2 മാസത്തേക്ക്. കാരണം കേരളത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല നേഴ്സുമാരുണ്ട്, നല്ല ചികിത്സ ലഭിക്കും. അപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു. എൻ്റെ വൈഫിനോട് ഞാൻ അടുത്ത് കണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നാളെ തന്നെ ഞാൻ തൽക്കാലം ടിക്കറ്റ് എടുത്ത് തരാം, നീയും കുഞ്ഞുകൂടെ എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെല്ലുക. നാട്ടിൽ ചെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട്, നല്ല ഒരു നേഴ്സിനെ കണ്ട് അവർ വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തു തരും, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യവും പറഞ്ഞിട്ട് എൻ്റെ വൈഫ് അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. ഞാൻ പിന്നെ വീണ്ടും 3ാമതും എൻ്റെ വൈഫിനോട് എന്ന് പറഞ്ഞു. കാരണം അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു 3ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നെ ഇങ്ങനെ പ്രകാരം പിടിച്ച്, ചേട്ടായി ഇങ്ങ് വന്ന് ഇവിടെ വന്ന് ഇരിക്കാനായിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പോയി ഇങ്ങനെ ഇരുന്ന അവസരത്തിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു, നമ്മൾ എന്തിനു വേണ്ടിയാണ് ബീഹാറിൽ വന്നത്? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞത് പ്രകാരമാണ്, കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബീഹാറിൽ വന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരിക്കലും മടങ്ങിപ്പോകുന്നില്ല. ഞാൻ ഒരിക്കലും മടങ്ങിപ്പോകുന്നില്ല. ഇവിടെ കിടന്ന് മരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കുക തന്നെ ചെയ്യും എന്ന് എൻ്റെ വൈഫ് പറയുവാനിടയായി. ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകളെല്ലാം പെട്ടെന്ന് അങ്ങ് നിറയുവാനിടയായി. പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ കുറേ നിരാശകളുണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് പുതിയൊരു ശക്തി ലഭിച്ചു. കാരണം ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണല്ലോ ഇവിടെ വന്നത്. പക്ഷേ എൻ്റെ വൈഫ് പറയാണ്, ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും ഇവിടം വിട്ട് ഞാൻ മടങ്ങി പോവുകയില്ല എന്ന് പറഞ്ഞു. ഇതെന്നിൽ വലിയ ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേട്ടപ്പോൾ പുതിയൊരു ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ വൈഫിന് പരിപൂർണമായ ഒരു വിടുതൽ നൽകുവാൻ ഇടയായി. ആ ദൈവം ആ വലിയ വിടുതൽ നൽകിയതിന് ശേഷമാണ് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി. ഗ്രാമങ്ങളിൽ പോയതിന് ശേഷം അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് എൻ്റെ വൈഫും അറിയാവുന്ന രീതിയിൽ അവരോട് സംസാരിച്ചു. എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓരോ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഏകദേശം 4-5 പേര് അന്ന് വിശ്വാസത്തിലേക്ക് വന്നു. വിശ്വാസത്താൽ ആ ടൗണിനടുത്തുള്ള ഗ്രാമത്തിൽ ഞങ്ങൾ ആരാധന ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആരാധന ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മൂത്ത കുഞ്ഞിന്, അന്ന് ആ കുഞ്ഞ് അവൾ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കൊരു 5 വയസ്സ് ആ സമയത്തുണ്ട്. ഇവർക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഛർദ്ദിക്കുക, പിന്നെയും കഴിക്കും, പിന്നെയും ഛർദ്ദിക്കും, വയറ്റിൽ പിടിക്കാത്തതായ ഒരവസ്ഥ വന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു. വലിയ ബുദ്ധിമുട്ടുകൾ വന്ന അവസരത്തിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഒരു ആൻറ്റി ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഇവിടെ നല്ലൊരു ഡോക്ടർ ആ ഗ്രാമത്തിലുണ്ട്, അവിടെ പോയി ആ ഡോക്ടറെ ഒന്ന് കാണിക്കണം, മലയാളിയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ടൗണിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ ആ ക്ലിനിക്കിൽ ഞങ്ങൾ ചെന്നു. അവിടെ ഒരു സിസ്റ്ററെ ഞങ്ങൾ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. സിസ്റ്റർ ടെസ്സി എന്നായിരുന്നു സിസ്റ്ററിൻ്റെ പേര്. അത് കണ്ണൂരുകാരിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം സിസ്റ്റർ മലയാളത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം എഴുതി തരും. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഒരു മലയാളിയായ ഒരു ഡോക്ടറെ അവിടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞല്ലോ.
പിന്നെ എന്ത് അസുഖം വന്നാലും ഞങ്ങൾ ഈ കുഞ്ഞിനെയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും പിന്നെ ഈ ഡോക്ടറെ അടുത്തേക്ക് ഞങ്ങൾ പോകും. കാരണം ആ ഡോക്ടർ അതിൻ്റെതായ നമ്മൾ പറയുന്ന ഭാഷയ്ക്ക് അനുസരിച്ചുള്ള മരുന്നുകൾ തരുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് അവിടെ വഴി നടത്തി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ വൈഫ് വീണ്ടും പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ എൻ്റെ വൈഫ് പറഞ്ഞ് കേരളത്തിലേക്ക് പോകത്തില്ല, ഡെലിവറിക്ക് വേണ്ടി കേരളത്തിലേക്ക് പോകത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മിഷനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവിടെ നേപ്പാൾ ബോർഡറിൻ്റെ അടുത്ത് ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയും മലയാളികളായ ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ പോയി ഡെലിവറി ചെയ്യുന്നത് നല്ലതെന്ന് മിഷനിലുള്ളവർ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ആ ഡെലിവറിയുടെ സമയങ്ങളൊക്കെ ആയ സമയത്ത് ഞാൻ വൈഫിനെയും കൂട്ടിക്കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെയും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടുവെങ്കിലും ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകി. രണ്ടാമത് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ മടങ്ങി ദൈവവേലയിൽ നിന്ന് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നു വന്നു. സഭാപ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ സഭ വളർത്തുവാൻ ഇടയായി തീർന്നു. 5 എന്നുള്ളത് 10 15 20-ലധികം വിശ്വാസികളായി. ഇങ്ങനെ സഭ വളരെയധികം സന്തോഷത്തോടു കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇതേപോലെ തന്നെ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ പെട്ടെന്ന് ഈ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി, സിസ്റ്ററുടെ അടുത്തേക്ക് കൊണ്ടുപോയി. സിസ്റ്ററുമായിട്ട് വർത്തമാനം പറഞ്ഞു. സിസ്റ്റർ ആ മരുന്നുകളെല്ലാം എഴുതി തന്നു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങ് പോരുന്ന സമയത്ത് സിസ്റ്റർ ഒരു നിരാശയുടെ ഒരു വർത്തമാനം ഞങ്ങളോട് പറയുവാൻ ഇടയായി. ഇപ്രകാരമാണ്: സാറേ, ഞാനിനി അടുത്ത മാസം മുതൽ ഇവിടെ ഇല്ല, ഈ ക്ലിനിക്കിലില്ല. ഞാൻ എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടി ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, സിസ്റ്ററായിരുന്നു. നമ്മുടേതായ ഭാഷയിൽ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ അത് ആ മരുന്നൊക്കെ ഞങ്ങൾക്ക് എഴുതി തരും. ഞങ്ങൾ ആരെയാണ് കാണിക്കേണ്ടത് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, അപ്പോൾ ഞങ്ങളായിരിക്കുന്ന ഡയോസിസ് ഞങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് വിടുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അതിന് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ചില അസ്വസ്ഥവും പ്രയാസങ്ങളും ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. ഇനി ആരുടെ അടുക്കൽ കൊണ്ടുപോയാണ്, ഏത് ഡോക്ടറുടെ അടുക്കലാണ് കൊണ്ടുപോയി കാണിക്കുന്നത്? കാരണം ബീഹാറിലുള്ള ഡോക്ടർമാരെന്നൊക്കെ പറയുന്നത് നല്ല വിദ്യാഭ്യാസം ലഭിച്ചവർ ആരും തന്നെ ഇല്ല. അവരെല്ലാം വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ആക്കിയിരിക്കുന്ന ഡോക്ടർമാരാണ്. അപ്പോൾ അവരുടെ അടുക്കൽ പോയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളിങ്ങനെ നിരാശയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു വിശ്വാസി ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: സാറേ, ഇപ്പോൾ പുതിയൊരു ഡോക്ടർ നമ്മുടെ ടൗണിൽ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയാൽ മതി, ആ ഡോക്ടറെ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് ഞങ്ങൾ നിന്നു. ഞങ്ങളുടെ പേര് വിളിച്ചു. ഞങ്ങൾ ഡോക്ടറുടെ അടുക്കിലേക്ക് ചെന്നു. ഡോക്ടർ ചോദിച്ചു, എന്താ കുഞ്ഞിന് പറ്റിയതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഹിന്ദി ഭാഷയൊന്നും നന്നായിട്ട് അറിയത്തില്ല. അറിയാവുന്ന ഹിന്ദി ഭാഷയിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ സ്ഥലിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഡോക്ടർ ഞങ്ങളോട് ഇപ്രകാരം ചോദിച്ചു. ഹിന്ദിക്കാരനായ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണ്, നിങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലാണ്. അപ്പോൾ ഡോക്ടർ നിങ്ങൾ കേരളക്കാരാണ്, അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർക്ക് മലയാളം അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ 25 വർഷമായി ഞാൻ കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ച് ഇറങ്ങിയത്. 25 വർഷം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പല ഹോസ്പിറ്റലുകളിലും ഞാൻ വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് വന്നതാണ്, ഇവിടെ ഒരു സ്ഥാപനം വിട്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മലയാളം നന്നായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ ടൗണിൽ ഒരുക്കുവാൻ ഇടയായി തീർന്നു. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ SK ഗുപ്ത എന്നാണ്. ഇന്നുവരെ ആ ഡോക്ടറുടെ സേവനം ഞങ്ങൾക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയതായ ആ കരുതലുകളെ കാര്യമാണ് ഞാൻ പറയുവാൻ ഇടയായി തീർന്നത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അവിടെ പ്രവർത്തനത്തിൽ വ്യാപൃതരായി. ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളും പല ഗ്രാമങ്ങളിലെല്ലാം കടന്നു ചെന്ന് ഞങ്ങൾ ഈ സുവിശേഷമെല്ലാം അറിയിച്ചു. സുവിശേഷമെല്ലാം അറിയിച്ചതായ അവസരത്തിൽ അനേകർ ആ സമയങ്ങളിൽ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് കടന്നു വന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 2 ഗ്രാമങ്ങളിലായിട്ട് ആരാധനയുണ്ട്. ഒരു ഗ്രാമത്തിൽ ആരാധന കഴിഞ്ഞ ശേഷം പിന്നെ വേറൊരു ഗ്രാമത്തിൽ പോയി വേണം ആരാധന നടത്തുവാൻ. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിൽ പോയി ആരാധനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസരത്തിൽ ഞാൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. ക്ഷീണിച്ച് ഞാനിങ്ങനെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് പെട്ടെന്ന് ഒരു ലൂസ് മോഷൻ ഉണ്ടായി. ഈ ലൂസ് മോഷൻ ഉണ്ടായ അവസരത്തിൽ ലൂസ് മോഷൻ ഉണ്ടായെങ്കിലും കുഞ്ഞിൻ്റെ ശരീരത്തിന് ക്ഷീണമൊന്നും കണ്ടില്ല. കുഞ്ഞിങ്ങനെ റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കുകയാണ്. ഇങ്ങനെ ഓടി ഇങ്ങനെ നടന്നതായ അവസരത്തിൽ എൻ്റെ വൈഫ് പറഞ്ഞു, ഡോക്ടറെ പോയി ഒന്ന് കാണിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നിപ്പം കൊച്ചിന് വളരെ വലിയ ക്ഷീണമൊന്നും കാണുന്നില്ല, ഒരു കാര്യം നമുക്ക് ചെയ്യാം,
നാളെ രാവിലെ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ കാണിക്കാം, കാരണം എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ശരി എന്നാൽ നമുക്ക് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കുഞ്ഞ് എന്താ വെച്ചാൽ വയറ്റിൽ നിന്ന് ഇങ്ങനെ ലൂസ് മോഷനായിട്ട് പോകുന്നുണ്ടെങ്കിലും അന്ന് രാത്രി മുഴുവൻ ഈ കുഞ്ഞ് റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ നോക്കിയതായ അവസരത്തിലുണ്ട് അവള് ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് ഓടുന്നു, ഇവിടുന്ന് അങ്ങനെ ഓടുന്നു, വലിയ ക്ഷീണമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവളൊട്ടും ഉറങ്ങുന്നുമില്ല. അങ്ങനെ ഏകദേശം ഒരു വെളുപ്പിനെ ഒരു 4 മണി ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങുവാൻ ഇടയായി തീർന്നു. ഉറങ്ങിയ അവസരത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. ഞാനും പെട്ടെന്ന് ഞങ്ങളും കുടുംബമായിട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. എന്നാലൊരു 6 മണിയായ അവസരത്തിൽ വലിയൊരു നിലവിളി കേട്ടാണ് പെട്ടെന്ന് ഉണരുവാൻ ഇടയായി തീർന്നത്. അതായത് എൻ്റെ വൈഫ് പെട്ടെന്ന് കിടന്ന് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ചാടി ഇങ്ങനെ എഴുന്നേറ്റു. എന്താന്ന് ചോദിച്ചോ പറഞ്ഞു, ചേട്ടായി നമ്മുടെ കൊച്ചു നമ്മളെ വിട്ടുപോയി, നോക്ക് എന്ന് പറഞ്ഞ് ഇവൾ 2 കൈയിലും കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് എന്നെ കാണിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുന്ന അവസരത്തിൽ കുഞ്ഞിനെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ശരീരം എല്ലാം ഇങ്ങനെ തണുത്ത ഒരവസ്ഥയിൽ കിടക്കുകയാണ്. ഇങ്ങനെ അവളെ വിളിച്ചിട്ടൊന്നും അവള് എഴുന്നേൽക്കുന്നില്ല, കണ്ണൊക്കെ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഞാനും പെട്ടെന്ന് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നിലവിളിച്ച് ഞാൻ ദൈവത്തോട് ഞാൻ ഇപ്രകാരം ചോദിച്ചു, കർത്താവ് രണ്ടാമത്തെ ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണല്ലോ, ഇനി എന്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുന്നത് എന്ന് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആ റൂമിൽ ഒരു ദേവദാസൻ ഞങ്ങളോടൊപ്പം കിടക്കുവാനുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നിലവിളി കേട്ട് പെട്ടെന്ന് ഓടി വന്നതിന് ശേഷം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. അവൻ പെട്ടെന്ന് മുട്ടിന്മേൽ നിന്ന് ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് കണ്ണു തുറക്കുവാൻ ഇടയായി തീർന്നു. പപ്പയെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞ ആ ഗുപ്ത ഡോക്ടറുടെ അടുക്കിലേക്ക് എത്തി. ഗുപ്ത ഡോക്ടറെ വിളിച്ച് പെട്ടെന്ന് ഗുപ്ത ഡോക്ടർ ഓടി വന്നു. കുഞ്ഞിനെ പെട്ടെന്ന് NICU-യിലേക്ക് ആക്കി ഡോക്ടർ പെട്ടെന്ന് വേണ്ടതായ ചികിത്സയും കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ആ വലിയ അത്ഭുതത്തെ ഞാൻ ഇന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. കാരണം അന്ന് പ്രഭാതത്തിൽ തന്നെ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് പല മാതാപിതാക്കന്മാർ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നതായ അവസരത്തിൽ അവരെങ്ങനെയാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശവം ആയിട്ട് വലിയ നിലവിളിയോടുകൂടെ കുഞ്ഞുങ്ങളുടെ ശവം ആംബുലൻസിൽ കയറ്റി അവർ മടങ്ങി പോകുന്നതായ അവസരത്തിൽ എൻ്റെ കുഞ്ഞിന് ദൈവം വലിയൊരു വിടുതലും സൗഖ്യവും നൽകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അവിടെ അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. പിന്നെ ഞാൻ ദൈവത്തോട് വീണ്ടും നന്ദി പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സഭ വീണ്ടും വളർന്നു വരുവാൻ ഇടയായി തീർന്നു. സഭകൾ ഇങ്ങനെ വളർന്നു വരുന്ന അവസരം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ജീവിതത്തിൽ എന്ത് ആഗ്രഹങ്ങൾ നേരിട്ടാലും ദൈവം അതാത് സമയത്ത് ഞങ്ങൾക്ക് വേണ്ടതായ അത്ഭുതങ്ങൾ അവിടെ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മരുഭൂമിയിലേക്ക് കർത്താവ് പോയതായ അവസരത്തിൽ അതിന്റെ പിന്നാലെ വലിയൊരു പുരുഷാരം യേശുക്രിസ്തുവിന്റെ പിന്നാലെ അവിടെ പോയി. എന്നാൽ മരുഭൂമിയിൽ ആ നിർജ്ജനമായ ആ സ്ഥലത്ത് കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലും ഏതൊക്കെ ആവശ്യങ്ങൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ, ദൈവം അതിനെല്ലാം വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് അവിടെ വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ബീഹാറിലെ കടൽ മത്സ്യങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. അവിടെ നല്ല വളർത്തു മത്സ്യങ്ങളാണ് ധാരാളമായിട്ട് ലഭിക്കുന്നത്. ഒരു ദിവസം എനിക്ക് മത്തി കഴിക്കുവാനായിട്ട് വളരെയധികം കൊതി തോന്നി. മത്തി കഴിക്കാൻ കൊതി തോന്നിയതായ അവസരത്തിലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സഹോദരൻ ബീഹാറിലേക്ക് വരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ കുറച്ച് മത്തി, ഒരു 5-6 മത്തി അതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് എൻ്റെ സഹോദരനെ കൊടുത്തു. അപ്പൊ അമ്മ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ മത്തിയൊന്നും കിട്ടത്തില്ല, മത്തി കിട്ടാത്തത് കൊണ്ട് കൊതി കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു മത്തിയൊക്കെ കൊടുത്തു വിടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. എൻ്റെ മോൻ അവധിക്ക് കേരളത്തിലേക്ക് വാ, എത്ര മത്തി വേണേലും ഞാൻ വാങ്ങിത്തരാം, കറി വെച്ച് തരാം, വറുത്ത് തരാം, പക്ഷെ ഇപ്പൊ കൊടുത്തു വിടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വളരെയധികം ഒരു ദുഃഖം ഉണ്ടാകുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫും ഇങ്ങനെ പറഞ്ഞു, ചേട്ടായി അമ്മയോട് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല, അത് അങ്ങനെ ആ സമയത്ത് ചോദിക്കാനായിട്ട് തോന്നി എന്ന് ഞാൻ പറയുവാനിടയായി. അതിനുശേഷം അന്ന് വൈകുന്നേരം ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോകുന്നതായ അവസരത്തിൽ എൻ്റെ വൈഫ് പെട്ടെന്ന് പറഞ്ഞു, ചേട്ടായി ബൈക്ക് നിർത്താനായിട്ട് പറഞ്ഞു. ചോദിച്ചാൽ എന്താ, അവിടെ മത്തി കൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ബീഹാറിലല്ലേ, നമ്മുടെ ഇവിടെയല്ല മത്തി കിട്ടുന്നു. അല്ലേ ചേട്ടായി ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കാണുന്നത് ഇത് കണ്ണിൻ്റെ ഇതിൽ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ നിർബന്ധിച്ചു. ഞാനിങ്ങനെ ബൈക്ക് തിരിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം മത്തി അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അയാൾ. പെട്ടെന്ന് ഇങ്ങനെ നോക്കി. ഞാൻ പെട്ടെന്ന് മീൻ 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്ത് മണത്തെല്ലാം നോക്കിയപ്പോൾ മത്തി തന്നെ. ഞാൻ പെട്ടെന്ന് ഇയാളോട് ചോദിച്ചു ഇത് എന്ത് മീനാണെന്ന്. അപ്പൊ അദ്ദേഹം പറയാം എന്ത് മീനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് ഗംഗാനദിയിൽ കാണുന്ന ഒരു മീനാണ്. ഇയാൾ ചോദിച്ചു എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ 5 കിലോ വന്നിട്ടുണ്ട്, സാറ് നിങ്ങൾ കൂട്ടുമോ എന്ന് ചോദിച്ചു.
അവർ ഞങ്ങൾക്ക് വേണ്ടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത അവസരത്തിൽ ഞാൻ ചോദിച്ചു, ഈ മീൻ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പം ആ മീൻകാരൻ പറഞ്ഞു, ഞങ്ങൾ രാവിലെ മീനെടുക്കാൻ വേണ്ടി പോയപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് വരേണ്ട ബോക്സ് മാറിപ്പോയി. ഇത് വേറെ ബോക്സാണ് ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ ഇടയായത്. അപ്പോൾ ആ ബോക്സിനകത്ത് കിടന്ന മീനാണ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ മീൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇതിവിടെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ഇതുവരെയും ദൈവകൃപയാൽ ഒരു മുടക്കവും കൂടാതെ ആ മീൻ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത്, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് ഷുഗറിൻ്റെതായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും കൊണ്ട് ഇപ്പം രാത്രി സമയങ്ങളിൽ ചപ്പാത്തി ഉണ്ടാക്കിയാണ് സാധാരണ കഴിക്കാറുള്ളത്. ഒരു രാത്രി ആയപ്പോൾ എൻ്റെ വൈഫ് ഇപ്രകാരം പറഞ്ഞു, ചേട്ടാ ഇന്നത്തേക്കുള്ള ആട്ട തീർന്നു പോയി, ഇനി നാളെ മുതൽ നമുക്ക് ഇനി റൊട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവമല്ലേ, നാളെ രാവിലെ അത് നമുക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഏലിയാവിൻ്റെ ദൈവമല്ലേ, അല്ല ഏലിയാവല്ലേ. ഞാൻ പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവം നാളെ രാവിലെ കൊണ്ടുവരും. അപ്പോൾ പറഞ്ഞു, ഏലിയാവ് മരിച്ചുപോയി, ഏലിയാവിൻ്റെ കാക്കയും ചത്തുപോയി, പിന്നെ ഇത് എങ്ങനെ വരും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏലിയാവിനെ പോറ്റിയതായ ഒരു ദൈവമുണ്ട്, ആ ദൈവം വിശ്വസ്തനാണ്, ആ ദൈവം നമുക്ക് വേണ്ടി വഴിവാതിൽ തുറക്കും എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. രാവിലെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് വാതിക്കൽ ഇങ്ങനെ മുട്ടുന്നു. പെട്ടെന്ന് ഇങ്ങനെ വാതിൽ തുറന്ന സമയത്ത് നമ്മുടെ ചർച്ചിലുള്ള ഒരു വിശ്വാസി ഒരു അരച്ചാക്ക് ആട്ടയുമായിട്ട് രാവിലെ ഓടി ഞങ്ങളുടെ റൂമിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ ചോദിച്ചു, എന്താ ഈ രാവിലെ? അപ്പോൾ പറഞ്ഞു, ഇന്നലെ ഗോതമ്പ് പൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതാണ്, പപ്പ ഇന്നലെ മുതലേ ഞങ്ങളോട് പറഞ്ഞതാണ് അത് സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട്. പക്ഷെ ഇന്നലെ ഇത്തിരി തിരക്ക് മൂലം എനിക്ക് കൊണ്ട് തരാനായിട്ട് പറ്റിയില്ല. ഇന്ന് രാവിലെ പപ്പ പറഞ്ഞു, അതിരാവിലെ എഴുതിയിട്ട് അത് ആ സാർജിക്ക് നീ കൊണ്ട് കൊടുക്കണം, കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ പാക്കറ്റ് പൊട്ടിച്ച് റൊട്ടി ഉണ്ടാക്കുവാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പപ്പ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാ സാറേ, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുക, ഇനി ഫോണിലൂടെ പപ്പയോട് ഒന്ന് വിളിച്ചു പറ, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരുതലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി എൻ്റെ മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കുന്ന അവസരത്തിൽ എൻ്റെ വൈഫ് മൂന്നാമത് പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ രണ്ടാമത്തെ കുഞ്ഞിനെയും കൂട്ടി നീ എന്ത് ചെയ്യണം, നീ കേരളത്തിലേക്ക് വയ്ക്കൂ, അവിടെ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല നേഴ്സുമാരുണ്ട്, നല്ല ചികിത്സ അവിടെ ലഭിക്കും. ഇവിടെയാണ് ഹിന്ദിക്കാരാണ്, നല്ല ചികിത്സ ലഭിക്കത്തില്ല. അവിടുത്തെ ഡെലിവറിയുടെ റൂമൊക്കെ ചെന്ന് നോക്കുമ്പോൾ മരപ്പലകൾ കൊണ്ട് പണിതിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അവരുടെ ഡോക്ടർ കാണിച്ചു തരുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ മൂത്ത കുഞ്ഞും ഞാനും ഇവിടെ നിന്നോളാം, രണ്ടാമത്തെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ നാട്ടിലേക്ക് പോവുക, നാട്ടിൽ നമ്മൾ നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടായി എൻ്റെ ഡെലിവറി നടക്കുകയാണെങ്കിൽ ജമുയി ജില്ലയിൽ തന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, മോളെ നീ ഒന്ന് ആലോചിച്ച് നോക്കണം, കാരണം നല്ല ഡോക്ടർമാരില്ല, നല്ല നേഴ്സുമാരില്ല, ആരും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടതുമാണ്, അതുകൊണ്ട് നീ കേരളത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇനി ഈ വിഷയത്തെക്കുറിച്ച് ചേട്ടായി എന്നോട് സംസാരിക്കരുത്, എൻ്റെ ഡെലിവറി നടക്കുകയാണെങ്കിൽ ജമുയി ജില്ലയിൽ തന്നെ നടക്കും, വേറെ എവിടെയല്ല, ഈ ജമുയി ജില്ലയിൽ തന്നെ നടക്കും എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കിത് കേട്ട് വളരെയധികം ബുദ്ധിമുട്ടായി, വളരെയധികം വിഷമമായി. രാത്രിയിലൊക്കെ ഞാൻ കുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവേ എൻ്റെ വൈഫിന് നല്ലൊരു മാനസാന്തരം കൊടുക്കണമേ, നല്ലൊരു ബുദ്ധി കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ല ഡോക്ടർമാരോ നല്ല നേഴ്സുമാരോ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫിന് ഏകദേശം ആ കുഞ്ഞിന് 8 മാസമായി. 8 മാസമായി ഒരു വൈകുന്നേര സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുവാനിടയായി. ഫോൺ കോൾ വന്നതായ സമയത്ത് അവിടെ ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ആ ഫോൺ വന്നത്. ഒരു മലയാളിയായ ഒരാളാണ് ഫോൺ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മത്തിയുടെ ഒരു കാര്യം പറഞ്ഞു, ആ കടക്കാരൻ ഞങ്ങളുടെ നമ്പർ, ഇവിടെ ഒരു മലയാളി വരാറുണ്ടെന്ന് പറഞ്ഞ് ഇവർക്ക് ഈ മലയാളിയായ ഈ സാറുമാർക്ക് എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ അവരെന്നെ ആ നമ്പറിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മലയാളികളാണ്, ഇങ്ങനെ ഒരു മലയാളി ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു, അപ്പോൾ സാറൊന്ന് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന അവിടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം ഇവരെ തേടി പിടിച്ച് ഞാൻ ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന സമയത്ത് കാണുന്ന കാഴ്ച, അവിടെ പുതിയൊരു ഹോസ്പിറ്റൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇവരെ വിളിച്ചു, ഇവരെന്നെ കണ്ടു ഓടി വന്ന സമയത്ത് ഞങ്ങളെ പരിചയപ്പെട്ടപ്പോൾ 2 മലയാളി ഡോക്ടർമാരാണ്, ഒരാൾ ഹാർട്ടിൻ്റെ, ഒരാൾ ന്യൂറോയുടെ, ഇങ്ങനെ 2 ഡോക്ടർമാർ അവിടെ വന്നു. അവർ പറഞ്ഞു,
ഞങ്ങളിവിടെ ഒരു പുതിയൊരു ഹോസ്പിറ്റൽ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ മലയാളികളാണ്. ഇങ്ങനെ മലയാളി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഞാനപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞു, സാറേ ഞങ്ങളിവിടെ നല്ലൊരു ഹോസ്പിറ്റൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ ഇവിടെ വന്നത് നന്നായി. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹാർട്ടിൻ്റെ ഡോക്ടറാണ്, കൂടെയുള്ള ആൾ ന്യൂറോളജിയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം വീണ്ടും ഈ ഡോക്ടർമാർ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നു അവരെ കാണാൻ. കണ്ടിങ്ങനെ പരിചയപ്പെട്ട സമയത്ത്, സംസാരിച്ച സമയത്ത് എന്നോട് ഇപ്രകാരം പറഞ്ഞു, സാറ് നിങ്ങളുടെ ചർച്ചിൽ പ്രഗ്നൻ്റ് ആയ വല്ല വിശ്വാസികളുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയൊരു ഗൈനി വരുന്നുണ്ട്, ഗൈനിക്ക് കുറച്ച് പേഷ്യൻറ്റിനെ ആവശ്യമാണ്, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെല്ലുവായിലിരുന്ന് ചിരിച്ചു. അപ്പോൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരാളെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് ഇങ്ങനെ പ്രഗ്നൻ്റ്. അപ്പോഴത്തേക്ക് ആ ഡോക്ടർമാർ പറഞ്ഞു, സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നല്ല രീതിയിൽ തന്നെ നല്ല കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഒരു ചികിത്സ ഞങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കാം, ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, സമയമായപ്പോൾ കേരളത്തിൽ കോട്ടയം ജില്ലയ്ക്ക് അടുത്ത് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു ഗൈനി, ഒരു മേഡം അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ മേഡത്തിൻ്റെ നേതൃത്വത്തിൽ ആ ജില്ലയിൽ വെച്ച് തന്നെ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി അവിടെ നടക്കുവാൻ ഇടയായി തീർന്നു. അത് ആ ഡോക്ടർമാർക്ക് വലിയൊരു സന്തോഷമായി തീർന്നതിന് ശേഷം അവർ ഞങ്ങളെ വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൽ വരും, വിസിറ്റ് ചെയ്യും, ഞങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെ ഇരുന്ന് ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഡോക്ടർ അവിടെ വന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, സാറേ പാസ്റ്ററെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റുമായിട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയായി തീർന്നു. മാനേജ്മെൻറ്റുമായിട്ടുള്ള വിഷയം ഉണ്ടായതായ അവസരത്തിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ദുഃഖത്തോടു കൂടെ പറയുവാൻ ഇടയായി തീർന്നു. അത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമാണ്, പക്ഷെ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഇവിടേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതം, ഒരു നല്ല ഡോക്ടർമാർ പോലും തിരിഞ്ഞു നോക്കാത്തതായ ആ ദേശത്തേക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ദൈവം മലയാളിയായ 3 ഡോക്ടേഴ്സിനെ അവിടെ അയച്ചു നൽകുവാൻ ഇടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ ആ വലിയ വിശ്വസ്തതയും കരുണയും എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനേക പ്രതിസന്ധികൾ ഞങ്ങൾ നേരിടുമ്പോഴും ദൈവം അതിനുവേണ്ടി വേറൊരു വഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ സഭകളെല്ലാം വളർന്നു. അപ്പോൾ ഈ സഭ വളരും തോറുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ വർദ്ധിക്കുവാൻ ഇടയായിത്തീരുന്നത്. എൻ്റെ മൂത്ത കുഞ്ഞ് സ്കൂളിൽ പോകുന്നു. അവൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ക്ലാസ് വിട്ട് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഒരു യുവാവ് പെട്ടെന്ന് ഓടി വന്ന് കൊച്ചിൻ്റെ കൈ പിടിച്ചിങ്ങനെ വലിക്കും. ഇവിടെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കും. പെട്ടെന്ന് ഇങ്ങനെ കുതറിയിട്ട് കുഞ്ഞിങ്ങനെ ഓടി വരും. ഇത് 2-3 ദിവസമായി ഇങ്ങനെ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കുഞ്ഞ് വന്ന് 3-ാമത്തെ ദിവസം പറഞ്ഞപ്പോൾ, അപ്പേ ഞാൻ ക്ലാസ് വിട്ട് വരുമ്പോൾ ഏതാണെന്ന് അറിയത്തില്ല, ഒരു ചെറുക്കൻ ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇന്ന് വന്ന് ഇങ്ങനെ എന്നെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഇത് ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവൻ പറഞ്ഞു, ഇത് എൻ്റെ സഹോദരിയാണ്, ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവള് പറഞ്ഞു, എൻ്റെ മോള് പറഞ്ഞു, ഇങ്ങനൊരു സഹോദരൻ എനിക്കില്ല, ഇതാരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, പെട്ടെന്ന് അപ്പോൾ അവള് പറയാം, അത് ദൈവമായിട്ട് അയച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ആ പെൺകുട്ടി പെട്ടെന്ന് ഇവൻ്റെ ചൂടായപ്പോൾ ഇവൻ പെട്ടെന്ന് അങ്ങ് പോയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവനെ വിട്ട് പോയെന്ന് പറഞ്ഞു. അതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം 2-3 പേരെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആ സ്കൂളിൻ്റെ അവിടെ ചെന്നത് ആരാന്ന് അറിയാൻ വേണ്ടി. പക്ഷെ അന്ന് ആ വിഷയം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും 2 ദിവസമായിട്ട് ഞാൻ അവിടെ ചെന്ന് അങ്ങനെ നടന്നില്ല. എന്നാൽ അതിന് ശേഷമാണ് ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനെ സുവിശേഷ വിരോധികൾ പിടിക്കുകയും അതിനുശേഷം റോഡിലൂടെ നടത്തിപ്പിക്കുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയൊക്കെ ചെയ്തത്. അത് വീഡിയോ നമ്മൾ കണ്ടതാണ്, ന്യൂസിലൊക്കെ അത് വരുവാനിടയായിത്തീർന്നു. ആ ദൈവദാസനെ എടുത്തിട്ട് അടിച്ച് അവർ ജയ് ശ്രീറാം വിളിപ്പിച്ചുകൊണ്ട് നടത്തുന്ന അവസരത്തിൽ ആ ദൈവദാസനെ അടിച്ച ആ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോയതായ ഒരു വ്യക്തിയാണ്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ ടൗണിലുള്ള ബജറംഗ് ദളിൻ്റെ ഏറ്റവും വലിയൊരു നേതാവാണെന്ന് ഞങ്ങൾ അറിയുവാൻ ഇടയായി തീർന്നത്. ഞാൻ പറഞ്ഞത്, ഇത്രയും വലിയ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിലും ദൈവം അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ വഴി നടത്തുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും
കർത്താവിനെ ഞാൻ മഹത്വം കരയേറ്റുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലമാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ, ഇളയതുങ്ങൾ 2 ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഉണ്ട് ശരീരത്തിൽ തീരെ സുഖമില്ലാത്തതായ ഒരു അവസ്ഥ വന്ന് 2 പേർക്കും. എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പല ഡോക്ടർമാരെ അവിടെ കൊണ്ടുപോയി കാണിച്ചു, മരുന്നുകളെല്ലാം വാങ്ങിക്കൊടുത്തതിന് ശേഷം ഒരു കുറവും കിട്ടുന്നില്ല. കുഞ്ഞുങ്ങളുടെ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. ഞങ്ങൾക്കാണ് പുറത്തിറങ്ങി ദൈവവേല ചെയ്യാൻ പറ്റാത്തതായ ഒരവസ്ഥയിലേക്ക് അത് മാറിക്കൊണ്ടിരുന്നു. പിന്നെ അതിന് ശേഷം കുഞ്ഞുങ്ങളെയും കൊണ്ട് 80 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടർമാരെ കാണിച്ചു, ആ മരുന്ന് കൊടുത്തു. അതിനുശേഷം രാത്രി വരെ കുഞ്ഞുങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ കിടക്കുക, അതായത് നിലവിളിക്കുക, വേദനിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രയാസങ്ങളുണ്ടായി. അന്ന് രാത്രി ഞാനും എൻ്റെ വൈഫും വളരെയധികം ഇരുന്ന് കരയുവാൻ ഇടയായിത്തീർന്നു. കാരണം ഈ അവസ്ഥ, മരുന്ന് കഴിക്കുന്നുണ്ട്, വിടുതൽ കിട്ടുന്നില്ല, എന്താണ് പ്രശ്നമെന്നൊന്നും അറിയുന്നില്ല. അവസാനം ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുവാൻ ഇടയായി തീർന്നു. തീരുമാനം ഇപ്രകാരമാണ്: കർത്താവെ, ജീവനായാലും മരണമായാലും ഏതായാലും ഞങ്ങൾ സമ്മതമാണ്. ഇനി കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അത് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് രാത്രി എൻ്റെ 2 കുഞ്ഞുങ്ങൾ ശാന്തമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം മുതൽ അങ്ങനെയുള്ള പ്രയാസം നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, ഈ പ്രതികൂലങ്ങളുടെ എല്ലാം മധ്യേ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഒരു രാത്രി ഒരു 9 മണിയായപ്പോൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് വരുവാനിടയായി തീർന്നു. ഒരു വിശ്വാസിയാണ് എന്നെ വിളിച്ചത്. വിശ്വാസി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരി ഇത്തിരി സീരിയസ് ആയിട്ട് കിടക്കുകയാണ് സാറേ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ ഞാൻ വൈഫിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് രാത്രി 9 ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡോക്ടറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അവനാണ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഈ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ചോദിച്ച സമയത്ത് പറഞ്ഞു, എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ്, അത് കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. ചെല്ലുന്നവരെയെല്ലാം ഈ സ്ത്രീ ഇങ്ങനെ അബോധാവസ്ഥയിൽ കയറി ഇങ്ങനെ അടിക്കുകയാണ്. ഇങ്ങനെ അടിച്ച് എല്ലാവരും അടി കിട്ടി മാറി നിൽക്കുകയാണ്. ഇവളുടെ അടുത്തേക്ക് പോകാൻ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ ആ സഹോദരിയെ കണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആര് എന്നാലും അടിക്കും. അപ്പോൾ ഞങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഈ സഹോദരി 5-6 പേരെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഞാനും എൻ്റെ വൈഫും ഈ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സഹോദരി എന്നെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ പൊക്കി. ഞാൻ പെട്ടെന്ന് ആ കയ്യിൽ കയറി ഇങ്ങനെ പിടിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ സഹോദരിയുടെ കൈ ഇങ്ങനെ താന്ന് പോകുവാനിടയായി. പെട്ടെന്ന് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സഹോദരി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ ഡോക്ടറുടെ അസിസ്റ്റന്റ് ഇത് കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് അത്ഭുതത്തോടു കൂടി ഞങ്ങൾ നോക്കുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ആ ഡോക്ടറുടെ അസിസ്റ്റന്റിന് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നതിന് ശേഷം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ സഹോദരിക്ക് കുടിക്കാൻ കൊടുത്തു. അവൾ പരിപൂർണമായ വിടുതൽ ദൈവം ആ സമയത്ത് കൊടുത്തു. ഈ ഡോക്ടറുടെ അസിസ്റ്റന്റ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോൺ നമ്പർ വാങ്ങി. ഞാൻ ഫോൺ നമ്പറും കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ അസിസ്റ്റന്റ് എന്നെ ഫോൺ വിളിക്കുവാൻ ഇടയായി തീർന്നു. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സാറെ പെട്ടെന്ന് ഇവിടെ 2 രോഗികൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ വലിയൊരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു ദേവദാസന് അവിടെ അടി കിട്ടിയതാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് പോരെ. ഞാൻ വിചാരിച്ചു ഇവന് ഒറ്റയ്ക്കായിരിക്കും വരുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 3 ബൈക്കിൽ നിറച്ച് ആളുകളെയും കൊണ്ട് ഇവന് എൻ്റെ റൂമിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വലിയൊരു ഭയം തോന്നുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇവർ പെട്ടെന്ന് വരുന്നുണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങളെ വല്ല അടിച്ച് ഓടിക്കാനാണോ എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞാൻ താഴെ ചെന്നു. പെട്ടെന്ന് ഗേറ്റ് ഇങ്ങനെ തുറന്നു. ഒരു സഹോദരി വളരെ നിലവിളിച്ചുകൊണ്ടാണ് പെട്ടെന്ന് റൂമിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. അവരെന്തോ വളരെയധികം വേദനയും പ്രയാസവും സഹിച്ച്. അപ്പോൾ ഈ ഡോക്ടറുടെ അസിസ്റ്റന്റ് പറഞ്ഞു, ഇവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വിടുതൽ കിട്ടും. അങ്ങനെ ഇവരെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ വന്നിരുന്നവരോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു, അവരോട് ദൈവീയ കാര്യങ്ങൾ പങ്കുവെച്ചു. അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ അവിടെ കൊടുത്തു. അതിനുശേഷം ഈ ഡോക്ടറുടെ അസിസ്റ്റന്റ് ചെയ്യുന്ന പ്രധാന കാര്യം, അവിടെ എത്ര രോഗികൾ വരുന്നുണ്ട് അവരെല്ലാം കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ദൈവം വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. എന്നാൽ അതിനുശേഷം ഇത് ഡോക്ടർ എങ്ങനെ അറിഞ്ഞതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ എന്നേക്കുമായി അവിടെ പൂട്ടി പോവാൻ ഇടയായി തീർന്നു.
ദൈവത്തിൻ്റെ ആ വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുവാനിടയായിത്തീർന്നത്. ഇങ്ങനെയൊക്കെയും ദൈവവേല ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, എപ്പോൾ സഭ വളർന്നു വരുന്നുവോ, പ്രവർത്തനങ്ങൾ വളർന്നു വരുന്നുവോ, അപ്പോൾ ശത്രുവായാൽ പല രീതിയിൽ ഞങ്ങൾക്കെതിരെ പല പലതരത്തിലുള്ള പോരാട്ടങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മരണകരമായ ഒരു അവസ്ഥയുടെ മധ്യേ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഈ 2026 എൻ്റെ ജീവിതത്തിൽ കാണുമോ എന്ന് ഞാൻ അങ്ങനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. കാരണം അത്രമാത്രം ഒരു മരണകരമായ ഒരു ലോകത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ ഞങ്ങളുടെ ബിഷൻ്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് രോഗം മൂർച്ഛിച്ചതിന് ശേഷം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെ നടന്നു എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ഓർമ്മ വെക്കുന്നതായ അവസരത്തിൽ ഞാൻ കാണുന്നത് ഒരു ചെറിയ കുഞ്ഞ് എങ്ങനെയാണ് ജനിച്ച് അതിൻ്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത്. അതുപോലെയാണ് ഡോക്ടർമാരും നേഴ്സുമാരും എന്നെ നോക്കുന്നത്. കാരണം എനിക്ക് നടക്കുവാനായിട്ട് കഴിയുന്നില്ല, തീർത്ത് കിടപ്പിലായിപ്പോയി. ഞാനപ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോഴെൻ്റെ ഈ വിഷയം അറിഞ്ഞപ്പോൾ ലോകം മുഴുവൻ അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഡോക്ടർമാർ വന്ന് എന്നിട്ട് പറഞ്ഞു, പഴയ ആരോഗ്യം ഇനി തിരിച്ചു കിട്ടത്തില്ല, ഇനി ഒരു കുറച്ച് നാളത്തേക്ക് നടക്കുവാനായിട്ടൊന്നും കഴിയത്തില്ല, കാരണം വളരെയധികം പ്രയാസങ്ങൾ ഈ ശരീരത്തിലുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഡോക്ടർമാർ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. ഇത് എനിക്ക് കേട്ടതായ അവസരത്തിൽ എൻ്റെ മനസ്സിൽ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, 5-ാമത്തെ ദിവസം എനിക്ക് പതുക്കെ എഴുന്നേറ്റ് നടക്കുവാനായിട്ടുള്ള ബലം ദൈവം എനിക്ക് നൽകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം 2 മാസം പൂർണ്ണമായ ഒരു റെസ്റ്റിലേക്ക് എൻ്റെ ജീവിതം മാറുവാൻ ഇടയായി തീർന്നു. വീട്ടിലേക്ക് പോകുവാനോ ആത്മാക്കളോട് സുവിശേഷം പറയുവാനായിട്ടോ ഒന്നും എനിക്ക് പറ്റുവാൻ കഴിയാതെ വന്നു. വളരെ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ആ റെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ വന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. 3 ടെസ്റ്റ് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 ടെസ്റ്റുകൾ കഴിഞ്ഞു. ആ 2 ടെസ്റ്റിലും ഒരു കുഴപ്പവുമില്ല, എല്ലാം നോർമലാണ്. ഇനി ഒരു ടെസ്റ്റ് മാത്രം ഇനി ബാക്കി നിൽക്കുകയാണ്. ഞാൻ ദൈവത്തോടു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും അനുഭവങ്ങൾ പറയാനുണ്ടായ കാര്യം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഞാൻ ഇന്ന് ദൈവം നടത്തിയതായ എല്ലാ വഴികളെയും ഞാൻ ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർക്കുകയാണ്. കാരണം അന്ന് അനുഭവിച്ച ആ പട്ടിണി, ആ പ്രയാസം, അതെല്ലാം ദൈവം ഇന്നെൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി ആക്കി തീർത്തിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവം നടത്തിയതായ അനേക വഴികളുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ഇന്നെനിക്ക് ഒന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുള്ളൂ, കണ്ണുനീരോടുകൂടെ ദൈവത്തോട് നന്ദി പറയുവാൻ മാത്രമേ ഞാൻ കഴിയുള്ളൂ. ഇന്നും എനിക്ക് ഒന്ന് മാത്രമാണ്, ഞാൻ ദിവസത്തിൽ ഒന്നും ആയിട്ടില്ല, എങ്കിലും ദൈവം ഈ എളിയവനെ എടുത്ത് ഉപയോഗിക്കുന്നു. എൻ്റെ കഴിവോ എൻ്റെ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല. ദൈവം എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൽ കർത്താവിൻ്റെ വേല തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ആയുസ്. പൗലോസ് പറയുന്ന പോലെ ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. കാരണം ഇന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു ആ ഓട്ടം, അത് കർത്താവിന് വേണ്ടി മാത്രമാണ്. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തീരുവാനായിട്ടല്ല, കർത്താവിനാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി കർത്താവിൻ്റെ വേല ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ സമയത്ത് ഈ ചാനലിലൂടെ എൻ്റെ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വരുന്നതായ എല്ലാ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളും ദൈവം വിടുവിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല ഈ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവെ, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും നിരാശകളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ ഒരു സൗഖ്യം പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാകണം. പുതിയൊരു ദർശനം പ്രാപിപ്പാൻ അവിടുന്ന് അങ്ങ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അരമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ദൈവദാസനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. ദൈവം അവരെയും കടങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ വിലയേറിയ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ
പ്രിയ ജെയിംസ് ജോസഫ് അവറുകൾ ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ദൈവം നടത്തിയ ജയകരമായ ജീവിതത്തെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് ഓർത്ത് പറയുവാൻ ദൈവം സഹായിച്ചു. ഒരു ദൈവദാസന്റെ മകനായിട്ട് ജനിച്ച് വളർത്തപ്പെട്ടു. ഒരു ദൈവവൈതലായി തന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഇന്ന് കർത്തൃവേലയുള്ള ബന്ധത്തിൽ ബീഹാറിലായിരിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തല്ലോ. ഇതിനോടകം ഏറെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ശുശ്രൂഷാ മണ്ഡലത്തിലും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം അതത് സമയങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നിർത്തിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവനാമം മഹിമപ്പെടുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനങ്ങളിലൂടെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറിൽ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ, തൻ്റെ ഭക്തന്മാരുടെ ചെറിയൊരു കാര്യത്തെ പോലും ദൈവം പരിഗണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിനെ ഗൗരവമായി കാണുന്നതാണ് നമ്മുടെ ദൈവം. പ്രത്യേകിച്ച് ബീഹാറിൽ വെച്ച് ആഗ്രഹിച്ച പല ആഗ്രഹങ്ങൾ, മത്തി കഴിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് വേണ്ടതായ സോഴ്സ് ദൈവം അവിടെ ഒരുക്കി. ചികിത്സാ സംബന്ധമായുള്ള ക്രമീകരണങ്ങൾ കർത്താവ് അവിടെ ഒരുക്കി. പല നിലകളിലൂടെയുള്ള ക്രമീകരണങ്ങൾ ദൈവം അവിടെ ഒരുക്കി. ഏലിയാവിന്റെ കാലത്ത് മാത്രമല്ല, നാം സേവിക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ, ബീഹാറിൽ നല്ല ലോകത്തെ എവിടെയായിരുന്നാലും കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ആകയാൽ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം ഇനിയും നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കട്ടെ, സൗഖ്യമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.